എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ക്ലാസ്സാണ് അല്ലെങ്കിൽ ലെസനാണ്. നിങ്ങൾക്കത് കണ്ടുപഠിക്കാം, നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാം. ഇത് ബഡ്ഡിംഗ് ആണ്. പ്ലാവിൻ തൈയിൽ എങ്ങനെ ബഡ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഞാനിവിടെ 3 പ്ലാവിൻ തൈകളിൽ ബഡ്ഡിംഗ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനുമായിട്ട് ശ്രദ്ധാപൂർവം കണ്ടാൽ നിങ്ങൾക്ക് ബഡ്ഡിംഗ് പഠിക്കാം. അങ്ങനെ അത് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ സാധാരണ വി ഗ്രാഫ്റ്റിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട് മാവിൽ. പക്ഷെ പ്ലാവിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടില്ല. പ്ലാവിൽ ബഡ്ഡിംഗ് ആണ് ബെസ്റ്റ്, ഈസി. ഗ്രാഫ്റ്റിംഗ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കത്തി ഞാനൊന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യുകയാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് സബോളയാണ്. അല്ലെങ്കിൽ നമുക്ക് സ്പിരിറ്റ് ഉപയോഗിക്കാം. സർജിക്കൽ സ്പിരിറ്റ് ഉപയോഗിച്ച് പഞ്ഞിയിൽ വെച്ച് തുടച്ചാലും നമ്മുടെ ടൂൾസ് എല്ലാം ഡിസിൻഫെക്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യാറുണ്ടത്. ഇതായാലും മതി. ഇപ്പം ഞാനിത് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ബഡ്ഡിംഗ് ടേപ്പാണ്. അത് ഞാനിവിടെ ആഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ആ ടേപ്പ് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ കുറേ പ്ലാവിൻ്റെ നല്ല ഒരു തേൻവരിക്ക പ്ലാവിൻ്റെ ചില്ലകൾ ഒടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബഡ് എടുക്കാൻ, ഇത് സിയോണാണ്, അതിൽ നിന്ന് നമുക്ക് ബഡ് എടുക്കണം. ആ ബഡ് എടുക്കാനായിട്ടുള്ള ഒരു ചില്ല അതിൽ നിന്ന് മുറിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ബഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് 2 സൈഡ് ആദ്യം കട്ട് ചെയ്യണം, ഒരു വരയിടണം 2 സൈഡ്. അങ്ങനെ 4 സൈഡും വരഞ്ഞ ശേഷം പതുക്കെ ആ ബഡ് ഉള്ള ഭാഗം അല്ലെങ്കിൽ ബഡ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗം, അതായത് ഇലഞ്ഞെട്ടിൻ്റെ ഇടയിൽ നിന്നാണ് മുകുളം വരിക. അപ്പോൾ ആ ഇലഞ്ഞെട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പീസാണ് നമ്മളിപ്പോൾ മുറിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് നീളമുള്ള ഒരു പീസ് തൊലി ആണ് നമ്മളിപ്പോൾ വരഞ്ഞ് അടർത്തിയെടുക്കാൻ പോകുന്നത്. അത് അടർത്തിയെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് വളരെ ശ്രദ്ധാപൂർവം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ബഡ്ഡിംഗ് നൈഫ് എന്ന് പ്രത്യേകം കത്തി കിട്ടും, അതാണ് വേണ്ടത്. ഞാൻ ബഡ്ഡിംഗ് നൈഫ് അല്ല ഉപയോഗിക്കുന്നത്. സാധാരണ കടയിൽ നിന്ന് വാങ്ങിയൊരു കത്തിയാണ്, കനം കുറഞ്ഞ കത്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബഡ് എടുത്തു. ഇനി നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരയിടാണ് കത്തി ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അത്രയും ഭാഗം തൊലി ഇതിൽ നിന്ന് അടർത്തി കളയണം റൂട്ട് സ്റ്റോക്കിൽ നിന്ന്. അത് അടർത്തി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ അടർത്തിയെടുത്ത സിയോണിൻ്റെ മുകുളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇലഞ്ഞെട്ടോട് കൂടിയ ആ തൊലി ഇതിൽ വെച്ച് ഉറപ്പിക്കണം. അതിൽ അമർത്തി വെച്ച ശേഷം നാട ചുറ്റണം. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. റൂട്ട് സ്റ്റോക്കിൽ നിന്ന് തൊലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, അത് പൂർത്തിയായി. ഇപ്പോൾ ബഡ് ഞാൻ കയ്യിലെടുത്തു. അതവിടെ പ്രസ് ചെയ്ത് വെക്കുകയാണ്. ആ സ്ലോട്ടിൽ ഒരു സ്ലോട്ട് നമ്മളവിടെ ഉണ്ടാക്കി ആ സ്ലോട്ടിൽ പ്രസ് ചെയ്ത് വെക്കുക. അതവിടെ ഇരുന്നോളും, കാരണം 2ലും പശയുണ്ട്. അവിടെ അപ്പം നിങ്ങൾക്ക് കാണാതെ ഒരു കുഞ്ഞു മുകുളം അവിടെ നിന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഒട്ടും മുകളമില്ലാത്തത് കൊടുക്കാം. പക്ഷേ ഒരു ഇലഞ്ഞെട്ടിൻ്റെ ഭാഗമായിരിക്കണം അതിൻ്റെ സെൻറ്റർ. അവിടെ നിന്നാണ് മുകുളം വരിക. ഇതും ഒരു പൊടിപ്പ്, ചെറിയൊരു പൊടിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തു. പൊടിപ്പ് വേണം നിർബന്ധമൊന്നുമില്ല, ഇല്ലാത്തത് നമുക്ക് എടുക്കാം. ഇനി അത് ടേപ്പ് വെച്ച് ചുറ്റാണ്. ബഡ്ഡിംഗ് ടേപ്പ് വെച്ച് പരമാവധി ടൈറ്റിൽ, ആവശ്യമുള്ള ടൈറ്റിൽ ചുറ്റിയെടുക്കുകയാണ്. ബഡ്ഡിംഗ് ടൈപ്പ് കുറച്ച് ഫ്ലെക്സിബിളാണ്. അത് വലിച്ചാൽ ഒരല്പം നീളും. അപ്പം അങ്ങനത്തെ ഒരു ബഡ്ഡിംഗ് ടൈപ്പ് നാം കടയിൽ നിന്ന് വാങ്ങിയതാണ്, ആഗ്രോ ഷോപ്പിൽ കിട്ടി. അത് ആദ്യം താഴ്ത്തുന്ന മുകളിലേക്കും പിന്നെ മുകളിൽ നിന്ന് താഴോട്ടും ഒരു റൗണ്ട് ചുറ്റണം. അത് നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ആ പോർഷൻ ഏകദേശം എയർ ടൈറ്റ് ആക്കി മാറ്റണം. അതിൻ്റെ ഉള്ളിൽ ബാഹ്യ അന്തരീക്ഷവുമായിട്ട് അവിടെ ഒരു ബന്ധവും പാടില്ല. കംപ്ലീറ്റായിട്ട്
ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ നാട് ചുറ്റി അതിനെ മാറ്റുകയാണ്. ഇതിൻ്റെ റിസൾട്ട് 60 ദിവസം കഴിഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ ആദ്യം ബഡ് എടുക്കുകയാണ്. ഇതാ നിങ്ങളെ കാണിക്കുന്നു. അപ്പം ഒരു കുഞ്ഞു മുകളുണ്ട്, ഒരു ഇലഞ്ഞെട്ടുണ്ട്. ഇലഞ്ഞെട്ട് നമുക്ക് മുറിച്ച് കളയാം. കുഞ്ഞു മുകളെന്ന് പറഞ്ഞാൽ ഏകദേശം 1 മില്ലിമീറ്റർ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നാട് ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം 2 നേരം വെള്ളം ഒഴിക്കണം. അങ്ങനെ 45 ഡേയ്സ് 45 ദിവസം കൃത്യമായിട്ട് വെയിലെത്തിയിരിക്കണം. എന്നാൽ മാത്രമേ ആ ബഡ് പിടിക്കുകയുള്ളൂ. ആവശ്യത്തിന് വെയിൽ അതിന് കിട്ടണം, വെള്ളം കിട്ടണം, അല്ലെങ്കിൽ ബഡ് പിടിക്കില്ല. ഇതാ അവിടെ ആ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഏകദേശം 1 ഇഞ്ച്, 1 ഇഞ്ചില്ല 3/4 ഇഞ്ച്. ഇത്തിരി ക്ലോസപ്പ് ആയതുകൊണ്ട് വലുതായിട്ട് തോന്നും. ഇപ്പം ഞാൻ രണ്ടാമത്തെ ചെടിയിൽ ആ ബഡ് എടുത്ത് അവിടെ ഫിക്സ് ചെയ്തു. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അവിടെ പിടിച്ചിരുന്നോളും. കാരണം രണ്ടിലും നല്ല പശയുണ്ട്. ആ പശ കളയാൻ പാടില്ല. പശ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ബഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും കൈ കൊണ്ട് തൊടാൻ പാടില്ല, കാരണം ഇൻഫെക്ഷൻ ആവും. എൻ്റെ കയ്യിലെ വിരലുകളിലൊക്കെ ഞാൻ ഉള്ളി മുറിച്ച് തേച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസിൻഫെക്റ്റിംഗ് ഫങ്ഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട് അവിടെ. പിന്നെ തണ്ട് മുറിക്കുന്നതിന് മുമ്പ്, സ്കിൻ മുറിക്കുന്നതിന് മുമ്പേ ഉള്ളി വെച്ച്, ഈ സബോള തന്നെ സബോള ഉള്ളി വെച്ചിട്ട് തുടച്ചിട്ടുണ്ട് ആ കൊമ്പ് മുഴുവൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ സംഭവിച്ചാൽ അത് പിടിക്കില്ല. അപ്പോൾ ആ സാധ്യത ഇല്ലാതാക്കാൻ ഒരു ഡിസിൻഫെക്റ്റിംഗ് സബോള കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ തടിയിലും ചെയ്തിട്ടുണ്ട്, എൻ്റെ കൈ വിരലുകളിലും ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം സ്പിരിറ്റ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. സർജിക്കൽ സ്പിരിറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പം രണ്ടാമത്തെ മുകുളം വെച്ചു നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇപ്പോൾ ചുറ്റിക്കെട്ടാണ്. രണ്ടാമത്തെ ഏകദേശം പൂർത്തിയായി. ഇതും നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ മൂന്നാമത്തെ നമുക്ക് ചെയ്യാം. 45 ദിവസം വെയിലത്തിരിക്കണം. 2 നേരം വെള്ളം കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. അധികം വേണമെന്നില്ല, കുറേശ്ശെ. അത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം തണലിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചുറ്റിയ നാടഴിച്ച് നോക്കാൻ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ 60 ദിവസം വേണം. 60 ഡേയ്സ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുള്ളൂ. ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ 15 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ മൂന്നാമത്തെ ചെടിയുടെ റൂട്ട് സ്റ്റോക്ക് സവോള ഉപയോഗിച്ചിട്ട് ഒന്ന് തുടയ്ക്കാൻ പോകണത്. കാരണം എന്തെങ്കിലും ഡസ്റ്റോ ബാക്ടീരിയയോ ഫംഗസോ എന്തെങ്കിലുമൊക്കെ, ഫംഗസാണ് കൂടുതലുണ്ടാവുക, അതൊക്കെ പൊക്കോളും. കുറച്ച് ഡിസിൻഫെക്റ്റിംഗ് പവർ ഉള്ളതാണ് ഈ സവോള. ഇനി ബഡ് എടുക്കുകയാണ്. മൂന്നാമത്തെയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സയോണിൽ നിന്ന് ബഡ് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മേലെയും താഴെയും ഒരേ വരയിടും. നമുക്ക് എത്ര മുറിക്കണം അത് കണക്കാക്കി വരയിടും. അത് കഴിഞ്ഞ് 2 സൈഡ് വരയിടും. പിന്നെ ആ തൊലി അടർത്തിയെടുക്കുകയാണ്. മൂളത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഇലഞ്ഞെട്ടിൻ്റെ ഭാഗത്തോട് കൂടിയിട്ട് അടർത്തിയെടുക്കുകയാണ്. മൂന്നാമത്തെ ബഡ് ഒട്ടിക്കാനുള്ള കഷ്ണം നമ്മൾ അടർത്തിയെടുത്തു, തൊലി. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഈ ചെടിയിൽ ഫിക്സ് ചെയ്യാൻ പോയതിന് മുമ്പായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പോർഷൻ അവിടെ നിന്ന് നമ്മൾ തൊലി മുറിച്ച് മാറ്റണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഡ്ഡിങ് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണുക. 3 ചെടിയിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ ഒരു നോട്ട് ഇട്ടാൽ മതി, ഞാൻ മറുപടി അയക്കാം. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ബെൽ ബട്ടൺ കാണും, അതൊന്ന് അമർത്തുക. ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്, അതും നിങ്ങൾക്ക് കാണാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കൃഷി സംബന്ധമായിട്ടുള്ളതായിരിക്കും ബഹുഭൂരിപക്ഷവും. ജനറലായിട്ടുള്ള വളരെ അപൂർവമായിട്ട് ചില വീഡിയോകൾ ഞാൻ ഇടാറുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടെങ്കിലേ കൂടുതലായിട്ട് വീഡിയോകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ഇപ്പോൾ ബഡ് വെച്ച് ടൈപ്പ് ചെയ്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150ഓളം വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാണുവാൻ മറക്കല്ലേ. അത് കഴിഞ്ഞു. വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.